ഹായ്, നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പ്ലാനുള്ള ഒരാളാണോ? ഇനി അതല്ല, നിങ്ങൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടിരിക്കുന്ന ഒരാളാണോ? ഇനി അതുമല്ല, ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാനുള്ളൊരു പ്ലാനിലാണോ ഉള്ളത്? അതിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് നടത്തുകയാണോ ചെയ്യുന്നത്? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെന്ന് പറയുമ്പോൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതായത് SEO, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, പിന്നെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഏതെല്ലാം രീതിയിലാണ്, ഇത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആവുക, അതായത് എങ്ങനത്തെ എല്ലാ ബിസിനസ്സുകൾക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വർക്കാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് SEO എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ചക്ക കഴിക്കാനൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളൊരു ചക്കയുടെ കുരു എടുത്ത് കുഴിച്ചിട്ട് അത് വളർന്നൊരു മരമായി അതിൽ നിന്നൊരു ചക്ക പറിച്ച് കഴിക്കുന്ന ഒരു ടൈം എടുക്കും. എന്ത് ഒരു SEO ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് അതിലൂടെ ഒരു ലീഡ്സ് വന്ന് നമുക്കൊരു ബിസിനസ് ചെയ്യാനായിട്ട് അത്രത്തോളം ടൈം എടുക്കും. എന്നാൽ ഇതേ സമയം SEM, അതായത് നമ്മൾ ഗൂഗിൾ ആഡ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്താൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചക്ക കഴിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്ത് നിങ്ങൾക്ക് ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ഒരു ചക്ക കിട്ടും, നിങ്ങൾക്ക് അത് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയാണ് ഇവിടെ വരുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റിന് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ സെർച്ച് ആഡ്, ഒരു വീഡിയോ ആഡ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഗൂഗിൾ ആഡ്സ് വഴി റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാളിറ്റി ലീഡ്സ് ഫാസ്റ്റ് ആയിട്ട് തന്നെ ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലേക്ക് വരുന്ന സമയത്തും. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ നമുക്കറിയാം, ഓർഗാനിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ലീഡ്സ് വരുന്ന ഒരു ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ എത്തും. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. ഓക്കെ, എന്നാൽ നമ്മളവിടെ ആഡ് മാനേജർ ഉപയോഗിച്ചിട്ട് മറ്റേ ആഡ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ്സ് ക്യാമ്പയിൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ക്വാളിറ്റിയുള്ള ലീഡ്സ് നമുക്ക് എന്ത് ചെയ്യും? ജനറേറ്റ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് സെയിൽസ് പെട്ടെന്ന് നടക്കണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സെയിൽസ് ക്യാമ്പയിൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ ഗൂഗിൾ ആഡ്സിലും സെയിൽസ് ക്യാമ്പയിൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലുള്ള സെയിൽസ് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും. റൺ ചെയ്യുന്നത്, അതായത് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, നമ്മൾ സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓർഗാനിക് ആയിട്ടുള്ള ലീഡ് ഫസ്റ്റ് തന്നെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമ്മളെ കയ്യിൽ നമുക്കൊരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ടാവണം. ഇപ്പം നിങ്ങൾ കൊടുക്കുന്നത് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ, അത് എന്ത് ചെയ്യണം? മറ്റുള്ളവരും അറിയണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫണ്ട് എന്തായാലും എന്ത് ചെയ്യേണ്ടതുണ്ട്? കണ്ടെത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രോത്ത് നിങ്ങളെ ബിസിനസ്സിന് ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നീട് നമുക്കിതിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ കൂടെ തന്നെ കണ്ടന്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത്, അതുപോലെ തന്നെ വെബ്സൈറ്റ് നല്ല രീതിയിൽ SEO ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗാനിക് ലീഡ്സ് പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് നല്ല രീതിയിൽ വരുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് മെയിനായിട്ട് എന്ത് SEO ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പെയ്ഡ് ആഡ്സ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഗൂഗിൾ ആഡ്സിൽ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് ആഡ് റൺ ചെയ്യാം. ഇപ്പോൾ മെറ്റയിലാണെങ്കിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇത് എന്തിനാ ഈ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ക്വാളിറ്റി ലീഡ്സ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊരു ഐഡിയ ഉണ്ടാവും, അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കണം. എങ്കിൽ നല്ല റിസൾട്ടിന് അത് ഒരു നല്ലൊരു വഴിയാണ്. ഓക്കെ, ഇപ്പം എപ്പോഴും ഒരേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാതെ പല രീതിയിൽ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ ഭാഗത്ത് നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഒരുപാട് സർവീസുകൾ കാര്യങ്ങൾ എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്തു കൊടുക്കലുണ്ട്. അവർക്കെല്ലാം നല്ല രീതിയിൽ റിസൾട്ട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഹെൽപ്പ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ അഫോർഡബിൾ ആയിട്ട് പ്രൈസിന് നമ്മൾ എന്ത് ചെയ്യും? ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം പിന്നെ നമുക്കിതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അതിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്കിപ്പോൾ ഓരോ മേഖലയിൽ നിങ്ങൾ പഠിച്ചു വരുന്നുണ്ടാവും. അതായത് ഇപ്പോൾ SEO, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, അതേപോലെ തന്നെ വേർഡ്പ്രസ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ടാവും. എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു നീഷ് മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ SEO ആണെന്നുണ്ടെങ്കിൽ SEO മാത്രം ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാത്രം ഫോക്കസ് ചെയ്യുക, PPC ആണെങ്കിൽ PPC മാത്രം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അങ്ങനെ അതേപോലെ തന്നെ ആയിരിക്കണം ഒരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ. അതായത് മെയിനായിട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ എടുത്തു കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ എല്ലാ പണിയും എടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യില്ല, നല്ല റിസൾട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ ഏൽപ്പിക്കുക. പിന്നെ അതേപോലെ തന്നെ SEO ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യുക, SEO ഏൽപ്പിക്കുക. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ലീഡ്സ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ഗ്രോത്തും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.